പശുക്കുടിയിൽ ജീർണവസ്ത്രമതിൽ പൊതിഞ്ഞ രൂപമത് ശിശുമശിഹ തന്നയാവോ നമസ്കാരം. ക്രൂശിൽ തിരുദേഹം സ്വയം യാഗമാക്കി ലോകരക്ഷ സാധിച്ചൊരു ധർമ്മനിധേ നമസ്കാരം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആ കാലത്ത് യേശു ശബ്ബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് 6 ദിവസം കൊണ്ടാണ്. 7-ാം ദിവസം വിശ്രമദിനമായി ആചരിച്ചു, അതായത് ശബ്ബത്തായി. അതായത് ദൈവം ആ ദിവസം തന്റെ ജോലിയിൽ നിന്ന് വിശ്രമിച്ചു. അവൻ തന്റെ ജോലി പൂർത്തിയാക്കിയ ദിവസമായിരുന്നു. എന്നാൽ മനുഷ്യന്റെ പാപം ദൈവത്തിന്റെ വിശ്രമത്തെ തടസ്സപ്പെടുത്തി. എല്ലാ പ്രവൃത്തിയും പൂർത്തിയാക്കിയ ദൈവം മനുഷ്യനു വേണ്ടി പാപമോചനത്തിന്റെയും രക്ഷയുടെയും പ്രവൃത്തി ആരംഭിച്ചു. കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ പാപമോചനത്തിന്റെയും രക്ഷയുടെയും പ്രവചനങ്ങൾ പ്രവചിച്ചു. ആ പ്രവചനങ്ങൾ യേശുക്രിസ്തു തന്റെ ക്രൂശിലെ യാഗത്തിലൂടെ നിറവേറ്റി. സർവ്വമാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി തുറന്നു കൊടുത്തു. കർത്താവും രക്ഷകനുമായ ക്രിസ്തു പാപമോചനവും രക്ഷയും നൽകുന്നു. പാപികളായ മനുഷ്യർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ്, അതായത് സുവിശേഷ സന്ദേശം. വിശ്വസിക്കുന്നവർ വിശ്രമത്തിൽ പ്രവേശിക്കുന്നു. എന്നാൽ വിശ്വസിക്കാത്തവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല, മറിച്ച് വലിയ നഷ്ടം സംഭവിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വിശ്രമത്തിൽ എത്തിച്ചേരാനാകും. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ.